അപ്പം കൂടമ്പുറയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ കട്ടില്, ടേബിള്, ചെയർ എല്ലാം സെറ്റ് ചെയ്യുന്ന കാണിച്ച് നമ്മൾ നിർത്തിയായിരുന്നു. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അപ്പം ടേബിളെല്ലാം മേടിച്ചപ്പോഴത്തേക്കും വൈഫിനും എനിക്കും ഒരാഗ്രഹം, ചെറിയൊരു ബൗള് മേടിച്ചിട്ട് അതിനകത്ത് മീനിനെയൊക്കെ ഇട്ട് വളർത്താനൊരാഗ്രഹം. അപ്പോൾ ടേബിൾ കാണുമ്പോൾ ഒരു രസമായിരിക്കുമല്ലോ, പല പല കളറിലുള്ള മീൻ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ ബൗള് മേടിക്കാമെന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞു മേടിക്കേണ്ട, ബൗൾ അവളുടെ വീട്ടിൽ ഇരിപ്പുണ്ട്, വലിയൊരു ബൗള്. അപ്പം അത് അവിടെ മേടിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നേരെ ഷെൽഫിനെ വേണ്ടി ചോദിച്ചു, അത് പോയി എടുക്കാമെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ രാത്രി പോയി അത് എടുത്തോണ്ട് വന്ന സാധനം കാണിക്കാം. അത്യാവശ്യം നല്ല സൈസുണ്ട്, ഇത് ഇതുണ്ട്, ഇത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് മീനുകളെല്ലാം മേടിച്ചിടാം. അങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങാം. പുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഫുള്ള് വേർത്ത് കുളിച്ചു, അത്രയ്ക്ക് ചൂടാണ് ഗൈസ്. പോകാം, ഇറങ്ങാം. എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ, നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ മീൻകടയുണ്ട്, കാണിക്കാം. നേരെ ഇറങ്ങാം, പോകണം. അതെ, ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വേർത്ത് കുളിച്ചിരിക്കുന്നത് കാണാം അല്ലേടി. ഭയങ്കര ചൂടാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാം നിലയിലാണ്, മേലെ നേരെ ടെറസാണ്. അപ്പോൾ അതിൻ്റേതായ ചൂടായിരിക്കും. ഫൈനലി താഴെ വന്നു. അപ്പം വണ്ടി എടുക്കേണ്ട കാര്യമില്ല, അതേ തൊട്ടപ്പുറയാണ് നമ്മുടെ മീൻ മേടിക്കാനുള്ള സംഭവം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് കവലയ്ക്ക് പോകണം. നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ദേ ഇതാണ് സംഭവം. മീൻ മാത്രമല്ല, കോഴികൾ ഐറ്റംസ് എല്ലാം ഉണ്ട്, കിളികൾ, ലവ് ബേഡ്സ് എല്ലാം ഉണ്ട്. ഇതാണ് സംഭവം. ആളില്ലേ? ആ വായോ, ഇതാണ് ഗൈസ് ഐറ്റം. മീൻ മേടിക്കാൻ ഇറങ്ങിയ മാമ. കാണിച്ച മീനെ കാണിച്ച് പെട്ടെന്ന് കാണിച്ച്. ഇത് തൊട്ടപ്പുറം നമ്മളിവിടെ നിന്ന് ഇത് തന്നെ 200 രൂപ അല്ലേ? 200 രൂപ. വേറൊരു സംഭവം, മീനെയും മോട്ടറും അതിനകത്ത് ഇടാനുള്ള കല്ല് കാര്യങ്ങളെല്ലാം മേടിച്ചു. തീറ്റ മാത്രം മേടിച്ചില്ല. തൊട്ടപ്പുറമായിട്ട് പോയി മേടിക്കാം. ഗൈസ് ഫൈനലി ഞങ്ങൾ തന്നെ വീട്ടിൽ വന്നു. എന്നൊക്കെ സാധനം മേടിച്ചെന്ന് ഞാൻ കാണിക്കാം, എന്തൊക്കെ സാധനം ഞാൻ മേടിച്ചെന്ന്. ഗൈസ് അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനം മേടിച്ചെന്ന് വെച്ചാൽ, ബൗൾ ഓൾറെഡി ഉണ്ടായിരുന്നു വൈഫിൻ്റെ വീട്ടിൽ, അത് പോയി എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഇതേ മീനിൻ്റെ ഫിഷിൻ്റെ മീൻ തീറ്റ, ഇത് മോട്ടറിൻ്റെ ഓസ്, അതിനകത്ത് ഇടേണ്ട സ്റ്റോൺ, അതായത് കല്ല്. ഇത് പിന്നെ ഏറ്റവും അടി നമ്മൾ ജസ്റ്റ് ചുമ്മാ കാണാൻ രസത്തിന് വേണ്ടി ഇടുന്ന കല്ല്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ബൗളിൽ ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാം, എന്നാലും ഈ പവർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സാധനം കേട്ടോ ഇത്. അതായത് ഈ നമ്മുടെ ഓക്സിജൻ വരത്തില്ലേ, അത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്ന അഡ്ജസ്റ്റബിൾ, അതാണ് അത്ര. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ക്ലോറിൻ ഇട്ടിരിക്കുന്ന വെള്ളമാണ്. അപ്പം ഞാൻ കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇട്ടേക്കരുത്, അതിനകത്ത് ഇട്ടേക്കരുത്, മീൻ രണ്ടാമത്തെ ദിവസം ചത്തു പോകുമെന്ന് പറഞ്ഞു. ആ കാരണം കൊണ്ട് നമ്മൾ നേരെ പോയി ഒരു കേസ് ബോട്ടിൽ, ഒരു കേസ് മിനറൽ വാട്ടർ മേടിച്ചു തൽക്കാലത്തേന്. അപ്പോൾ പുള്ളി പറഞ്ഞു ക്ലോറിൻ വെള്ളം ആണെങ്കിലും പിടിച്ച് വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞാൽ അതിനകത്ത് ഇത് പോകും, കുഴപ്പമില്ല, പിന്നെ അതിനകത്ത് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലത്തേന് മിനറൽ വാട്ടർ മേടിച്ചാണ്. അപ്പോൾ അതിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഗൈസ് അങ്ങനെ ഫൈനലി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സെറ്റ് ചെയ്തതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. സെറ്റ് ചെയ്ത സംഭവം നിങ്ങളെ കാണിക്കാം. എൻ്റേതായ രീതിക്കാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ മോട്ടർ അവൻ പറഞ്ഞാൽ, അതായത് ഈ വെള്ളത്തിന് മുകളിൽ നിൽക്കണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഓഫ് ചെയ്ത് കഴിയുമ്പോഴോ എന്തോ കറണ്ടോ എന്തോ പെട്ടെന്നെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മോട്ടറിനകത്തോട് വെള്ളം കയറും. ആ കാരണം കൊണ്ട് അവൻ പറഞ്ഞു ഇങ്ങനെ മോട്ടർ സെറ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ട്രൈപോഡിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കിടക്കുന്ന കാറെന്ന് പറഞ്ഞാൽ കിൻഡർ ജോയുടെ കൂടെ കുട്ടിയതാണ്, ചുമ്മാ അതിനകത്തിട്ടു. പിന്നെയെന്ന് വെച്ചാൽ ഇനിയിപ്പം മീൻ തീറ്റ മേടിച്ചത് ഇത്. ഇനിയിപ്പോൾ ഇവന്മാരെ പൊട്ടിച്ച് അതിനകത്തിട്ടിടാം നമുക്ക്. ഒരെണ്ണം ചത്തു, അല്ല ചത്തു പൊങ്ങി. അങ്ങനെ ഫൈനലി എല്ലാം സെറ്റ് ചെയ്തു. പക്ഷെ ആ സാധനം എന്തോ ഒരു പന്തികേട്, അതും ഇതും ഒരു പന്തികേട്. ആ പച്ചയും ഓറഞ്ചും അങ്ങോട്ടങ്ങ് നീന്തുന്നില്ല അങ്ങോട്ട്. അതെന്നാ സംഭവം ആയിരിക്കും, നോക്കാം.
പക്ഷേ വലിയ പച്ച രണ്ട് ഒരുമാതിരി ഇത് പേടിപ്പിക്കുക മനുഷ്യൻ ഇപ്പം ചാകുമെന്നും പറഞ്ഞു. ഇല്ല ഓക്കെ എന്ന് തോന്നുന്നു. ഓക്സിജൻ ഇല്ലാതെ ഇരുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ സെറ്റായി ഗൈസ്. അങ്ങനെ ഫൈനലി എല്ലാം സെറ്റായി. ഞാൻ ആദ്യം പേടിച്ചു ഓറഞ്ച് ഗോൾഡ് ഫിഷ് ചാകാനുള്ള പരിപാടിയാണോ, ചത്തു പൊങ്ങുന്ന പോലൊരു ഇതായിരുന്നു കണ്ടപ്പോൾ. ആദ്യത്തെ തീറ്റയും വൈഫ് ഇട്ട് കൊടുക്കുവാണേ. ഗൈസ് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ തീറ്റ മേടിക്കാൻ പോയപ്പം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴൊക്കെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടാണോ കൊടുക്കുന്നത്. അവനിങ്ങനെ നോക്കിയിട്ട് പറയാം അങ്ങനെയൊന്നും കൊടുക്കണ്ട, 2 ദിവസം കൂടുമ്പോൾ ഇച്ചിരി ഇട്ട് കൊടുക്കുക, അത് തീർന്നാൽ മാത്രം. ഇപ്പം ഇന്ന് രാവിലെ ഇടുവാണെങ്കിൽ ഒരു പൊടിക്ക് ഇട്ട് കൊടുക്കുക, അത് തീർക്കുവാണെങ്കിൽ മാത്രം കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ പറയാം 2 ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. ഇട്ടപ്പോഴത്തേക്ക് ഓക്സിജൻ പെട്ടെന്ന് കിട്ടിയപ്പോഴേ അതിൻ്റെ ഒരു വെപ്രാളം കാണിച്ചത്. ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കിടന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാനെടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ പറയുന്നതിന് മുമ്പ് പിന്നെ ഞാൻ ഇന്നും പറയുന്നു, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മൂന്നാറിൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട്, അത് ഞാൻ വഴിയെ ഇടാം. അപ്പം എല്ലാവർക്കും ബൈ.